എല്ലാവർക്കും സ്നേഹവന്ദനം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് കേരളത്തിൽ 2017 കണക്ക് പ്രകാരം 2249 ചെറുതും വലുതുമായ പാലങ്ങളുണ്ട്. ഇതിൽ പലതും ഗതാഗതത്തിനും ടൂറിസത്തിനും ഒരുപോലെ പ്രയോജനപ്പെടുന്നവയാണ്. അതിൽ നല്ല പാലങ്ങളുടെ ലിസ്റ്റിൽ വെറും 631 മാത്രമേ ഉള്ളൂ. അറ്റകുറ്റപ്പണി നടക്കേണ്ടത് 1281 പാലമാണ്. ബലപ്പെടുത്തേണ്ടതാണെങ്കിൽ 200 പാലങ്ങൾ, പുനർനിർമ്മാണം നടത്തേണ്ടത് 165 പാലങ്ങൾ. ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ പണി തീരാത്തതും രണ്ടറ്റം റോഡുമായി ബന്ധിപ്പിക്കാത്തതുമായ പാലങ്ങളുണ്ട്. 24 പരം വർഷങ്ങളായി പണി തീരാത്ത, മറികട തൊടാത്തതുമായ ഒരു പാലമാണ് കോട്ടയം പരിപ്പ് 900 ചിറപ്പാലം. ലക്ഷങ്ങൾ ചെലവിട്ടു, സമയവും സാങ്കേതിക വിദ്യകളും എല്ലാം ഉപയോഗിച്ചു. അത് സർക്കാരിന് മാറി മാറി വന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായിട്ടും ആ നാട്ടുകാരെ കണ്ണുനീർ ഇവരാരും കണ്ടിട്ടില്ല. 24 കൊല്ലമായി നാട്ടുകാർ മുഴുവൻ അവർക്ക് നടന്നു പോകാൻ പോലും കഴിയാത്തതായ അവസ്ഥയിലാണ്. ഒരു പാലം പകുതി വഴിയിൽ പണി നിർത്തിയാൽ അത് രണ്ടറ്റവും തമ്മിൽ ബന്ധിപ്പിക്കുകയില്ല. മാത്രമല്ല, ജനങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനും കഴിയില്ല. ജനങ്ങളുടെ നികുതി പണവും സ്ഥലവും സമയവും അധ്വാനവും നശിപ്പിക്കുന്ന ഇതുപോലെയുള്ള നിരവധി പദ്ധതികൾ നമ്മുടെ നാട്ടിൽ. പാലങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെയാണ് ചിലരുടെ ആത്മീയവും. എല്ലാവരും വലിയ ഉത്സാഹത്തോടെ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നു. എന്നാൽ പരീക്ഷകൾ, ശോധനകൾ, ലോകസ്നേഹം, നിരാശ, അഹങ്കാരം, നിഗളം, പാവം എന്നിവ കാരണം ചിലർ പകുതി വഴിയിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം ഉപേക്ഷിക്കുന്നു. ക്രിസ്തുമാർഗം അങ്ങനെ ദുഷിക്കപ്പെടുന്നു. യൂദാ യേശുവിൻ്റെ ഒപ്പം നടന്നു, അത്ഭുതങ്ങൾ കണ്ടു, ശുശ്രൂഷകളിൽ പങ്കാളിയായി. എന്നാൽ ആത്മീയ ജീവിതത്തിൽ അവൻ പരാജയപ്പെട്ടു. ഗുരുവിനെ ഒറ്റിക്കൊടുത്തു, ഒരു മുഴ കയറിൽ തൂങ്ങി ജീവിതം അവസാനിപ്പിച്ചു. മത്തായി 27:3-5 വരെ വാക്യങ്ങൾ. അഹിതോഫൽ ദാവീദ് രാജാവിൻ്റെ മന്ത്രിയായിരുന്നു. മാത്രമല്ല, ജ്ഞാനിയായ ഒരു ഉപദേശകനുമായിരുന്നു. എന്നാൽ അവൻ തെറ്റായ പക്ഷം തിരഞ്ഞെടുത്തു. അവൻ്റെയും ജീവൻ വളരെ ദാരുണമായി അവസാനിപ്പിച്ചു. 2 ശമൂവേൽ 17:23 വാക്യം. അപ്പോസ്തലനായ പൗലോസ് ആകട്ടെ തൻ്റെ ജീവിത അവസാനം ധൈര്യത്തോടെ ഇങ്ങനെ പറഞ്ഞു: ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതികൾ ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ നൽകും. 2 തിമോത്തി 4:7-8 വാക്യങ്ങൾ. ഓർമ്മിക്കുക, നിങ്ങൾ ആത്മീയ ജീവിതം ആരംഭിച്ചതിലല്ല, അവസാനം വരെ വിശ്വസ്തരായി ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ദൈവം നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ പ്രസാദിക്കുന്നത്. ചിലർ ഓടി നടന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. ഓർക്കുക, നിങ്ങൾ ചെലവഴിക്കുന്ന സമയം, പണം, ആരോഗ്യം എന്നിവ കൊണ്ട് ആ ആത്മീയ ഫലം നിങ്ങൾക്ക് പുറപ്പെടുവിക്കാണ്ട് പര്യാപ്തമല്ല എങ്കിൽ, കഴിയുന്നില്ല എങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ ദൈവിക പ്രസാദം ഉണ്ടാവില്ല. രണ്ടറ്റം റോഡുമായി ബന്ധിപ്പിക്കാത്ത ഒരു പാലം എങ്ങനെയോ അങ്ങനെയാകുന്നു നിങ്ങളുടെ ജീവിതം. ഈ സന്ദേശം പ്രയോജനപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ നിങ്ങൾ ഫോളോ ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്യുക.